അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിന് വല്ലാത്ത വിഷമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി കൊടുത്തയച്ച ഐഫോൺ തൻ്റെ ഭാര്യ കൈവശത്താക്കിയിരിക്കുന്നു എന്നുള്ള ആ ഒരു യഥാർത്ഥ സത്യം മനസ്സിലായത് മുതൽ തന്നെ ഉസ്താദിന് വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. പഠിച്ചോനെ, അവൾക്ക് ഞാൻ വേറെ കൊടുക്കുമായിരുന്നല്ലോ, ഇതെനിക്ക് എൻ്റെ ഉമ്മാക്ക് കൊടുക്കാനുള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് അത്രക്കും ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടും എന്താ ഉമ്മ ഇങ്ങനെ ഒന്നും പറയാത്തത് കാര്യമായിട്ട്. എന്തൊക്കെ തന്നെയല്ല, ഉമ്മാക്കൊന്നുകൂടി വിളിക്കട്ടെ. ഉസ്താദ് അതാ ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മ, മോനെ. ഉമ്മാക്കല്ലേ ഞാൻ ആ ഐഫോൺ കൊടുത്തയച്ചത്? പിന്നെന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്? അത് അവൾക്ക് കൊടുത്തത് എന്തിനാ? മോനെ, അത് ഞാനല്ലടാ, അത് അവൾ അങ്ങനത്തെ ഫോണൊക്കെ ഉപയോഗിക്കാൻ അവർക്കേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഉമ്മമാർക്കൊന്നും അങ്ങനത്തെ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? ഉമ്മ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ആ ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ നെയ്യത്ത് വെച്ചതായിരുന്നു എൻ്റെ ഉമ്മാക്ക് എന്നുള്ളത്. പക്ഷേ അത് ഉമ്മയുടെ കയ്യിലല്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനുണ്ട് കേട്ടോ. ഉമ്മ, ഞാൻ അവളോട് പറയണത് തിരിച്ചു തരാൻ. വേണ്ട മോനെ, പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. എവിടെ അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഓൾഡ് വീട്ടിലേക്കോ? ആരുടെ കൂടെ? അവൾ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ച് ഓൾഡ് ബാപ്പയെയോ അല്ലെങ്കിൽ ബ്രദറിനെ വിളിച്ചിട്ട് പോയാൽ പോരെ? വേണ്ട മോനെ, അതോലോ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. അല്ലമ്മ, ഓള് തിരിച്ചു വരൂലേ ഇന്ന്? മോനെ, അതറിയില്ല. ഉമ്മ ഒറ്റക്കാണോ ഇപ്പോൾ ഇനി വീട്ടിൽ? അതറിയില്ല മോനെ, ഞാൻ അടുത്തുള്ള കുട്ടികളാരെങ്കിലും വിളിച്ചോളാം. അല്ലെങ്കിൽ ഒറ്റക്ക് ഇവിടെ കിടക്കണം. ഉമ്മ, ഒറ്റക്കൊന്നും കിടക്കണ്ട കേട്ടോ, അതിനൊന്നും നിങ്ങൾ നിൽക്കല്ലേ. മോനെ, ഉമ്മക്ക് പേടില്ലടാ. അതിനിപ്പോൾ എപ്പോഴാ സമയം ഒറ്റക്ക് എന്ന് വിചാരിച്ച് നിൽക്കാനൊക്കെ? കിടക്കുമ്പോൾ തന്നെ 10-11 മണിയാവും. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഞാൻ എണീക്കണതുമല്ലേ, അത് കുറഞ്ഞ മണിക്കൂറല്ലേ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആലോചിച്ച് കിടക്കാനും നേരമില്ലല്ലോ. ഉള്ള നേരം എന്തെങ്കിലും ചൊല്ലി പറയാനും ഇതിനൊക്കെ തന്നെയല്ലേ നേരമുള്ളൂ. വേറെ ഒന്നും സമയമില്ലല്ലേ മോനെ നമുക്ക് പേടിച്ചിരിക്കാനൊന്നും. ഉമ്മ, എന്നാലും അങ്ങനെയല്ലല്ലോ, എൻ്റെ ഉമ്മാനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവൾ പോയത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഞാൻ അവൾക്കൊന്ന് വിളിച്ച് നോക്കട്ടെ. വേണ്ട മോനെ, വന്നോളൂ. എന്നാൽ ഈ സമയം അവർ വീട്ടിലേക്ക് അത്രയധികം ഗൾഫ് സാധനങ്ങൾ കൊണ്ടുവന്നതിൽ ശരിക്കും അവിടുത്തെ ഉമ്മയും ഉപ്പയൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ മോള് പറഞ്ഞല്ലോ ഒക്കെ ഇങ്ങോട്ടുള്ള സാധനങ്ങൾ കുറേ കൊടുത്തയച്ചു. അതിപ്പോൾ എങ്ങനെ? അതും ആ മോന് എന്ന് വെച്ചാൽ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ, 2 ആഴ്ച പോലും ആയിട്ടില്ല. ഇത്രയധികം പർദ്ദകളൊക്കെ ഇങ്ങോട്ട് കൊടുത്തേക്കാനൊക്കെ അതിപ്പോൾ എങ്ങനെ? എനിക്കറിയുന്നില്ല. അതെ, ഞാൻ ഒന്ന് ഓലമ്മാക്കൊന്ന് വിളിച്ച് നോക്കട്ടെ. ഇവളറിയാതെ വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ അതാ ആ ഉമ്മ ഉസ്താദിൻ്റെ ഉമ്മാക്ക് വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മനസ്സിലായോ? ഇത് സീനത്തിൻ്റെ ഉമ്മയാണ്. മനസ്സിലായി, മാഷാ അല്ലാ. അല്ല, മോളവിടെ എത്തിയില്ലേ? എത്തി. അല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ഗൾഫത്തെ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് സംഭവം? 5-6 പർദ്ദയും ഇവിടെ കണ്ടു, 5-7 പർദ്ദറ്റ് ഇവിടെ കണ്ടു. അതല്ല, ഇതിപ്പോൾ സത്യത്തിൽ നിങ്ങളെ ഫാമിലിത്തോൽക്കൊക്കെ ഇത് കൊടുത്തേക്കണോ? അതോ? എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പറയില്ല. മോളെനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇവിടെ 7ഓളം പർദ്ദ കൊണ്ടുവന്നിക്കണ്. എനിക്കാണെങ്കിൽ ഒരു പർദ്ദ പോരെ. ഇപ്പോൾ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ, വാച്ച്, അത് ഇതൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങോട്ട് നുള്ളിപ്പറിക്കോൾ കൊടുന്നോ? അവിടെ എന്തെങ്കിലും വെച്ചേക്കണോ? അതിന് വേണ്ടിയിട്ടാണ്. ഉമ്മ അത് കേട്ടിട്ട് പറഞ്ഞു, അത് മോന് പറഞ്ഞിന് അമ്മയാൾക്കും ഒക്കെ എല്ലാവർക്കും ഓരോ പർദ്ദീച്ചെന്ന് കൊടുത്തോണ്ടി പറഞ്ഞിന്. പക്ഷേ സീനത്ത് പിന്നെ ഓള് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാർക്കും ഓൽക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓല് കണ്ട് അല്ലാ, ഓൽക്കൊന്നും വേണ്ട, ഓൽക്കൊക്കെ ഇൻഷാ അല്ലാ ഇനി പിന്നെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ, ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതൊക്കെ കൊടുക്കി. തൽക്കാലം ഇത് ഞാൻ എൻ്റെ മോൻ്റെ അടുത്താണ്ട് കൊടുത്തേക്കാം കേട്ടോ. മോൾ അറിയണ്ട. ഓളെ അറിഞ്ഞാൽ അതല്ല അതിൻ്റെ അപ്പുറമൊക്കെ കാട്ടിക്കൂട്ടും. ഓള് വിചാരിക്കണ പോലെ എൻ്റെ മോളായതുകൊണ്ട് പറയില്ല. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒന്നും മിണ്ടാൻ അവളോട് പറ്റൂല. അപ്പോൾ അത് നേർക്കും ഇങ്ങോട്ട് ചാടും. എൻ്റെ മോളാണ്, ശരിയാണ്. പക്ഷേ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞാലേ അങ്ങനൊരു കഥ. എന്നാലും
മോൻ്റെ ഷെഫിമോൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം കുറേ ഒരു മാറ്റം സംഭവിച്ച പോലെയൊക്കെ ഉണ്ട്. ഏതായാലും പഠിച്ചോനെ നിലനിർത്തി തരട്ടെ ഈ ഒരു ജീവിതം. അതേ മോൻ്റെ അടുത്ത് ഞാൻ കുറച്ചങ്ങോട്ട് കൊടുത്തേക്കട്ടോ സാധനങ്ങൾ. ഇത്രയൊന്നും ഇവിടെ ആവശ്യമില്ല. പിന്നെ എൻ്റെ അനിയത്തിയാളി ഏട്ടത്തിയാൾക്കൊന്നും ഇത് കൊടുത്തേക്കാനൊന്നും ആയിട്ടില്ല. ആകെ 2 ആഴ്ച ആയിട്ടില്ല പോയിട്ട്. അപ്പോൾ അത് മോനെ ഗിഫ്റ്റ് കിട്ടി. ഖുർആൻ പാരായണ മത്സരമല്ല, അങ്ങനെ എന്തൊരു ഖുർആൻ പാരായണത്തിൻ്റെ ഇത് ഉണ്ടായപ്പോൾ അങ്ങനെ കിട്ടി. പക്ഷേ ഇതുപോലെ അറബിച്ച് വാങ്ങിക്കൊണ്ടെന്നാണെന്നാണ് പറഞ്ഞത്. ശരി അല്ലേ, ഞാനിങ്ങനെ നിങ്ങൾ എടുത്തോളി എല്ലാവരും ഇട്ടോളൂ, ഒന്നും കുഴപ്പമില്ല നമുക്ക്. എനിക്കൊന്ന് ഓളെടുത്ത് തന്നു, ബാക്കി 7 ഓൾ കൊണ്ടുപോയിക്കണെന്ന് തോന്നുന്നുണ്ട്. ഒന്നും സാരമില്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒന്നും ഇങ്ങോട്ട് മടക്കൊന്നും വേണ്ട കേട്ടോ. ഏതായാലും കൊണ്ടുപോയില്ലേ, നിങ്ങളൊക്കെ ഉപയോഗിച്ചോളി, അതേ പറയാനുള്ളൂ. ആയിക്കോട്ടെ, ഒന്നും വിഷയമില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മുമ്പിൽ ഒരു ഓട്ടോയുടെ ശബ്ദം. ഉമ്മ സീനത്ത് വന്നോ എന്ന് കരുതി നോക്കിയതായിരുന്നു. പക്ഷേ അത് സീനത്തല്ലായിരുന്നു, സീനത്തിൻ്റെ ആങ്ങളെയായിരുന്നു. അതെ ഉമ്മ, അവളെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്. അവളുള്ള ഇഷ്ടത്തിന് പലതും കാട്ടിക്കൂട്ടുന്നതാ. ഇത്ര ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് തന്നെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ നിങ്ങളെ ഫാമിലിയിൽപ്പെട്ടെ. അതൊന്നും കൊടുക്കാൻ സമ്മതിക്കാതെ ഓൾ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയല്ല. ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചെയ്തേക്കണം. മോനെ, നീ എന്തൊക്കെയാടാ മോനെ പറയുന്നത്? അങ്ങനെയൊന്നും പറയണ്ട. അതിപ്പോൾ എന്താ, അവൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അത് സാരല്ല, കുഴപ്പമില്ല അല്ലേ. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് അവർ ഇവിടുത്തെ നിങ്ങളെ തീരെ മൈൻഡ് ചെയ്ത് അവളുടെ ഇഷ്ടത്തിന് കാട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ടാണ്. ഇനി തൽക്കാലം അത് അറിയും വേണ്ട കേട്ടോ. തൽക്കാലം ഇത് അങ്ങോട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തോളി. ഇത് ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് കൊണ്ടുവന്ന കാര്യം പറയണ്ടെന്നെ നിൽക്കാൻ സമ്മതിക്കൂല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്. സാരമില്ല. പിന്നെ ഉമ്മ, പിന്നെ ഷെഫി, നമ്മളെ അളിയന് നല്ല പണിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഉസ്താദ് എന്നുള്ള ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്കൊക്കെ പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. എന്തൊക്കെ തന്നെയായാലും ഹൈറാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാ. മോനെ, ഭാഗത്തേക്ക് കയറി ഒരു ഗ്ലാസ് ചായ. വേണ്ട ഉമ്മ, ചായ ഒന്നും വേണം. അല്ല മോനെ, ക്ലാസ് കുടിച്ചിട്ട് പോവാം. ഉമ്മ അപ്പോഴേക്കും ചായ ഉണ്ടാക്കി ചായ കുടിച്ചു. ഉമ്മ, നിങ്ങളെപ്പോലത്തെ ഒരു ഉമ്മാനെ കിട്ടിയതൊക്കെ ഓൾക്ക് വലിയ ഭാഗ്യം തന്നെയാണ്. നിങ്ങളോട് നല്ല മട്ടത്തിന് ഓൾ നിന്ന് കഴിഞ്ഞാൽ ഓൾ രക്ഷപ്പെട്ടു. അതല്ല, ഓളെ കാട്ടിക്കൂട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഓളെ തന്നിഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണെങ്കിലോ ഭയങ്കര പ്രയാസമായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ഇവിടെ ഇങ്ങനെ നിന്നാൽ എന്ത് സുഖമാണ് ഓൾക്ക് അല്ലേ. ഒരാൾ ശല്യമില്ല, കാര്യങ്ങളും ഇല്ല, നല്ല ഒരു സ്ഥലവും ഒക്കെ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വീടും എല്ലാം കൂടി. അപ്പോൾ മോനെ, ഒക്കെ ശരിയായിക്കോളും. ഓളിങ്ങനെ പഠിക്കാന്നൊക്കെയല്ലേ പറഞ്ഞത്. നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ കേട്ടോ. ജോലി ചെയ്യാനൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ ഓൾ ചെയ്യുള്ളൂ, അല്ലാതെ ചെയ്യൂല കേട്ടോ. മോനെ, അതിപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മ ചീത്തറല്ലാണ്. ഒരു പണി എടുക്കാതെ അങ്ങനെ ഫോണും നോക്കിയിരിക്കും. അങ്ങനെ പറഞ്ഞ് എന്തൊക്കെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും പഠിച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ സബൂറാക്കിട്ടോ, എല്ലാം പറഞ്ഞെടുപ്പിച്ചോളി. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മോനെ പോവാണോ? അല്ല സീനത്ത്, എന്താ അറിയില്ല, ഞാൻ അവളെ വിളിച്ചിട്ടുമില്ല. ഇവളെപ്പോഴാണ് വരുന്നത്? ഞാൻ ചോദിച്ചാലൊക്കെ എൻ്റെ നേർക്ക് ചാടുക. ഇവളൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ല. പെങ്ങളാണ്, ശരിയാണ്, എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കട്ടെ വെച്ചിട്ടേ, അതാണ്. എന്തായാലും ഉമ്മ ശ്രദ്ധിക്കണം കേട്ടോ അവളെ കാര്യത്തിൽ. കുറച്ചൊരു നമ്മളെ സാധാരണ ഒരു പെൺകുട്ടികളെ പോലെയല്ല, ഒന്നും കൂടി ഇങ്ങോട്ടൊരു കൂടുതലൊരു ഓവർ സ്മാർട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനല്ല, ഒരു താന്തോന്നിത്തരം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. എന്തായാലും കാത്തുരക്ഷിക്കട്ടെ. അവൻ പോയപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ തുറന്നു നോക്കി, പഠിച്ചോനെ ആ പർദ്ദയൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു, ഒരു 2 കിട്ടിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ 4-5 പർദ്ദ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മായികൾക്കും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ വൈഫിനും ഒക്കെ കൊടുക്കാലോ. ഇവളെ വിചാരം ഇതിങ്ങനെ ഒന്നായിട്ട് കെട്ടിക്കൊണ്ടേ ആർക്കും സംശയിക്കില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കും. ഇനിയിപ്പോൾ ഓളെന്നാ വരിക എന്നാവോ. വരുന്നതിന് മുമ്പ് ഒന്ന് അമ്മായികളോടൊക്കെ ഒന്ന് പോയി വരും. ഏതായാലും ഞാൻ ഒറ്റക്കല്ലേ, 2 ദിവസം അവിടെയും ഇവിടേക്ക് ഒന്ന് പാർക്കാൻ പോകുമായിരുന്നു. സീനത്ത് വരുന്നില്ല എന്നുറപ്പായപ്പോൾ ഉമ്മ കുറച്ച് സാധനങ്ങളും അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഓട്ടോ വിളിച്ച് അമ്മായിയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. സാധനങ്ങളെല്ലാം എടുത്ത് ഓട്ടോയിൽ കയറി. എങ്ങോട്ടാ? അതെ, ഈ ഷെഫി ഉസ്താദിന് അമ്മായിൻ്റെ അവിടെ തന്നെ
ആ നമ്മൾ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ അതാ അവർ നേരെ അങ്ങോട്ട് പോകുന്നു. കുറച്ച് സമയത്തെ അധിക ദൂരമൊന്നുമില്ല, കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവിടെ എത്തി. അവർക്ക് അമ്മായികളുടെ വീടൊക്കെ കുറച്ച് മാറ്റമേ ഉള്ളൂ. ഒരു അമ്മായിയുടെ വീട്ടിൽ ചെന്ന് അവർക്കുള്ള പർദ്ദയും അവർക്കുള്ള സാധനങ്ങളും എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ഇനി മറ്റേ അമ്മായിൻ്റെ വീട്ടിലേക്കും പോകണം. പഠിച്ചോനെ, അമ്മായി അത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. പഠിച്ചോനെ, എൻ്റെ കുട്ടി പോയിട്ട് ഇതൊക്കെ കൊടുത്തേക്കാനായോ? എൻ്റെ കുട്ടിക്ക് പഠിച്ചോ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പാവം, ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ കുട്ടി ഇത്ര പെട്ടെന്ന് അമ്മായിക്ക് ഇതൊക്കെ കൊടുത്തേക്കുന്നുള്ളത്. എന്തിനാ ഇതൊക്കെ പാവം കഷ്ടപ്പെട്ട്. അതെ, ഓനക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് താത്ത. ഗിഫ്റ്റ് അതെ, ഖുർആൻ. എൻ്റെ കുട്ടി അതന്നെ ഹാഫിളാണല്ലോ, നല്ലോണം ഖുർആൻ ഓതുന്ന കുട്ടിയാണല്ലോ. അതന്നെ അതിൻ്റേതായ സമ്മാനം അറബികൾ കൊടുത്തതായിരിക്കില്ലേ. ആദ്യം തന്നെ അങ്ങനെ തന്നെ ചെറുപ്പം മുതൽ തന്നെ നല്ലോണം ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു എൻ്റെ കുട്ടി. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ എല്ലാ അമ്മായികളുടെ വീട്ടിലും എത്തി എല്ലാവർക്കുമുള്ള സമ്മാനങ്ങൾ, തൻ്റെ മകൻ കൊടുത്തയച്ച സമ്മാനങ്ങളെല്ലാം നൽകി. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഷെഫി ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു. അവസാനമായി അവർ ചോദിച്ചത്, അല്ല മോളെ, നീ ഒറ്റയ്ക്കാണ് വന്നത്, മരുമകൾ എവിടെ? അവളുടെ വീട്ടിൽ പോയതായിരുന്നു. ആണല്ലേ? എന്നാലും പഠിച്ചോ റാഹത്തിലാക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, റാഹത്തല്ലേ? ഉമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്തിനാണ് എല്ലാവരോടും കുറ്റം പറഞ്ഞ് നടക്കുന്നത്? ഇനിയിപ്പോൾ പഠിച്ച റബ്ബ് നന്നാക്കാൻ തീരുമാനിച്ചേക്കണമെങ്കിലോ? അതുകൊണ്ട് പഠിച്ചോനെ, ഒരാളോടും ഞാൻ എൻ്റെ മരുമകളെ കുറ്റം പറയില്ല. ഒക്കെ പഠിച്ചവനോടാണ് പറയുക. അള്ളാഹുവിനോട് പറഞ്ഞിട്ട് പരമേൽപ്പിക്കുക. നന്നാവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതന്നല്ലേ. എൻ്റെ മോൻക്ക് ഏറ്റവും നല്ല ഭാര്യയായി അവൾ തിരിച്ചു വരികയാണെങ്കിൽ റബ്ബേ, എനിക്ക് അത്രക്കും സന്തോഷമാണ്. അതിനു വേണ്ടി എന്തും ഞാൻ ചെയ്യും. എൻ്റെ മോൻ ഒരിക്കലും വിഷമം ആകരുത്, അതുള്ളൂ എനിക്ക്. ആ ഉമ്മയുടെ പ്രാർത്ഥന അതായിരുന്നു. തൻ്റെ മരുമകളെക്കുറിച്ച് ഒരാളോടും നെഗറ്റീവായിട്ട് ഒരു വാക്ക് പോലും ആ ഉമ്മ പറഞ്ഞില്ല. കാരണം പറഞ്ഞു നടന്നാൽ അത് എല്ലായിടത്തും അങ്ങോട്ട് ഫ്ലാഷായി പിന്നെ അവരുടെ ചെവിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊരു മോശമായിരിക്കും. അള്ളാഹുവിനോട് പറഞ്ഞാൽ പിന്നെ ഒരു പേടിയും പേടിക്കണ്ടല്ലോ. പഠിച്ച റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നല്ല ബുദ്ധിയോടുകൂടി തിരിച്ചു വന്ന് നല്ല പെണ്ണായി മാറിയാലോ. അതുകൊണ്ട് തന്നെ ആ ഉമ്മ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. മരുമകൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, മാഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെയായിരുന്നു ഉമ്മ പറഞ്ഞത്. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദ് സീനത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ സീനത്ത്. ഇക്ക എവിടെ നിങ്ങൾ? ഞാനേ വീട്ടിലേക്ക് വന്നതായിരുന്നു സീനത്തെ. ഉമ്മാക്ക് നീ ആ ഫോൺ തിരിച്ചു കൊടുക്കണം കേട്ടോ. നിനക്ക് ഞാൻ വേറെ അയച്ചു തരാം. അത് ഞാൻ എൻ്റെ ഉമ്മാക്ക് കരുതി വെച്ചതാണ്. ഇനി അതൊരിക്കലും അത് എടുത്തത് ശരിയായില്ല. സാധാരണ എല്ലാവരും ഭാര്യമാർക്ക് കൊടുത്തേക്കല്ലേ, ഇത് നേരെ തിരിച്ച്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാത്? ഉമ്മയാണിപ്പോൾ ഐഫോൺ ഉപയോഗിക്കേണ്ട പ്രായം. ഐഫോൺ ഉപയോഗിക്കാനും പ്രായം കാലമൊക്കെ ഉണ്ടോ? എന്തിൻ്റെ ഉമ്മാക്ക് അത് ഉപയോഗിച്ചാൽ എന്താ പറ്റൂലേ? ഉസ്താദ് ശരിക്കും ദേഷ്യപ്പെട്ടിരുന്നു സീനത്തിനോട്. അതെ, ഞാനാണ് നിങ്ങളെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചത്. ഐഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടത് എല്ലാം ഞാനായിരുന്നു. പിന്നെ നിങ്ങൾ ഇപ്പം പെട്ടെന്ന് ഉമ്മാക്ക് ഐഫോൺ എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? അത് നടക്കില്ലല്ലോ. അതെ, പിന്നെ എന്തായാലും ഇത് ഞാൻ അങ്ങോട്ട് യൂസ് ചെയ്യട്ടെ. എനിക്കല്ലേ പഠിക്കാനുള്ളതും എനിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ എനിക്കല്ലേ പറ്റുക ഐഫോൺ, അല്ലാതെ ഉമ്മാക്കല്ലല്ലോ. സീനത്തെ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. നീ അത് ചെയ്തത് ശരിയായില്ല. അതിൻ്റെ മനസ്സൊക്കെ വല്ലാതെ വേദനിച്ചു. പിന്നെ നിങ്ങളെ മനസ്സ് വേദനിച്ച എനിക്കിപ്പോൾ എന്താ? സീനത്തെ, നീ അത് ഉമ്മാക്ക് തിരിച്ചു കൊടുക്കണം. എൻ്റെ ഉമ്മയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കാണണ്ടല്ലേ? നീ വിളിച്ചാൽ എടുക്കില്ലല്ലോ. ഞാൻ വീഡിയോ കോൾ ചെയ്താൽ നീ ഒരു വട്ടെങ്കിലും എടുത്തിട്ടുണ്ടോ മര്യാദക്ക്? അഥവാ വീഡിയോ കോൾ ചെയ്താൽ തന്നെ നീ അങ്ങ് തിരിച്ചു വെക്കും, തിരിച്ച് മാറ്റി വെക്കും. അതല്ലേ നിൻ്റെ പരിപാടി? ദയവായി നീ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കണമെന്നില്ല. നീ ആ ഫോൺ ഉമ്മാക്ക് തിരിച്ചു കൊടുത്താലേ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറേ ഇഷ്ടപ്പെട്ടിട്ട് വലിയ കാര്യം. അതേ, ക്യാഷ് അയച്ചോണ്ടേ, സാധനങ്ങളും ഇങ്ങനെ അയച്ചോണ്ടേ, ഇഷ്ടങ്ങളൊക്കെ അത്ര മതി. അത് കേട്ട് ഷെഫി ഉസ്താദ് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, വെറും പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണ്, എന്താ ഇവളുടെയൊക്കെ ഉദ്ദേശം? ഒരു സ്നേഹം എന്നുള്ളൊരു വാക്ക് അവളിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. സീനത്തെ, വീണ്ടും അയാൾ വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇനിയൊന്നും പറയണ്ട, ഇത് കൊടുക്കാൻ പ്രയാസമാണ്, ഇത് ഞാൻ യൂസ് ചെയ്യാണ്.
നിങ്ങളെ ഉമ്മാക്ക് ഒരു ഫോൺ തൽക്കാലം കൊടുത്തിട്ടുണ്ട്, അത് മതി ഇപ്പം തൽക്കാലം, നിങ്ങളൊന്ന് വെച്ചിട്ട് പോവോ? അവൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. ഉസ്താദിന് ശരിക്കും സങ്കടമായി. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.